ആശ്രമത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസയാവോ അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സ്പെൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയാൻ പറ്റണം വന്നിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഡബ്ലിൻ വല്ലു വേൾഡ് യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ദിസ് ഇസ് ജസ്റ്റ് ലോയ്സ് ഫ്രം ഡബ്ലിൻ വല്ലു വേൾഡ്. നമുക്ക് ടോപ്പിലേക്ക് വരാം. ടോപ്പിക്കിലേക്ക് വന്ന് നമ്മുടെ കൃപാസനത്തെ കുറിച്ച് അറിഞ്ഞു ചോദിച്ചു. കൃപാസനത്തിൽ നമ്മൾ ഉടമ്പടി എടുക്കാനും അതുപോലെ തന്നെ അവിടെ പോയി താമസിച്ച് നമുക്ക് ഉടമ്പടി കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ ആദ്യമായിട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ഒക്കെ ആവുമെന്ന് ചോദിച്ചിട്ട് നമ്മളോട് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കൃപാസനത്തിൽ നമ്മൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് പോകുമ്പോൾ അവിടെ ഒരുപാട് എക്സ്പെൻസ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾക്ക് ഒരു 500 രൂപ താഴെ ഒതുങ്ങുന്ന രീതിയിലുള്ള എക്സ്പെൻസുകൾ നമുക്ക് വരുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉടമ്പടി വസ്തുക്കൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാൻ ഒക്കെ ആയിട്ട് നമുക്ക് രജിസ്ട്രേഷൻ ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് പൈസയൊക്കെ ചിലവാകും. അപ്പോൾ അതൊരു വലിയ എമൗണ്ട് ആയിട്ട് നമുക്ക് ഒന്നുമില്ല, ചെറിയൊരു എമൗണ്ട് തന്നെയാണ് നമുക്ക് ആവുന്നുള്ളൂ. അപ്പം അതാണ് നമുക്ക് ഇനീഷ്യൽ എക്സ്പെൻസ് ആയിട്ട് നമുക്കുള്ളത്. പിന്നെ നമ്മൾക്ക് അത്യാവശ്യം നമ്മുടെ രൂപങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള കാശ് രൂപം അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി വസ്തുക്കളല്ലാതെ നമ്മൾ ഉടമ്പടിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വസ്തുക്കളല്ലാതെ നമ്മൾ സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് പൈസ നമുക്ക് എക്സ്ട്രാ ചിലവാകും. നമ്മൾ ബൈബിള് അതുപോലെ തന്നെ കാശ് രൂപം അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വെളിയിൽ അവൈലബിൾ ആണ്. മീൻസ് പള്ളിയുടെ വെളിയിൽ അവൈലബിൾ ആണ്. അതൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ കാശ് കരുതിക്കൊള്ളുക. അതോടൊപ്പം തന്നെ നമ്മുടെ താമസത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃപാസനത്തിനോട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൃപാസനം തൊട്ടടുത്തായിട്ടുള്ള അക്കോമഡേഷൻസ് ഒക്കെ ചില കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. പൊതുവെ അവിടെ ഒരുപാട് അക്കോമഡേഷൻസ് ഇല്ല. പക്ഷേ റീസെന്റ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. കൃപാസനത്തിൻ്റെതായിട്ട് തന്നെ അക്കോമഡേഷൻസ് റീസെന്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്നുണ്ടെങ്കിൽ ആഴപ്പാറ ടൗണിലേക്ക് വന്നെങ്കിൽ ഇഷ്ടംപോലെ നമുക്ക് എന്താ പറയുക ലോഡ്ജുകളുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് താമസിക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. അവിടെ ഏകദേശം 700 ടു ഒരു 800 അല്ലെങ്കിൽ 600 അങ്ങനെ ആ രീതിയിലുള്ള ഡെയിലി നമുക്ക് കിട്ടുന്ന റൂംസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് താമസിച്ചുകൊണ്ട് നമുക്ക് അവിടുന്ന് KSRTC ബസ് പിടിച്ച് നമുക്ക് എറണാകുളം റൂട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കൃപാസനത്തിൽ ഇറങ്ങാവുന്നതാണ്. അപ്പം കൃപാസനോടനുബന്ധിച്ച് നമ്മൾക്ക് ഒരുപാട് അക്കോമഡേഷൻസ് കുറവാണെന്ന് ഇന്നത്തെ കാലത്ത് നമ്മൾ പോയി ഒരുപാട് അവിടെ കൃപാസനത്തിന്റെ സ്ഥലത്തൊക്കെ പോയി താമസിക്കുന്ന നമുക്ക് കുറച്ച് പൈസയൊക്കെ ചിലവാകും എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും. പക്ഷേ ഒരുപാട് പൈസയുടെ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. കൃപാസന ഉടമ്പടി എടുക്കുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞ എമൗണ്ടുകൾ മാത്രമേ ആവശ്യമുള്ളൂ. നമ്മുടെ പത്രത്തിന് അതുപോലെ തന്നെ ഉടമ്പടി വസ്തുക്കൾക്കൊക്കെ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കേണ്ടതായിട്ടാണ്. ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുകയില്ല ഒന്നും. അതോടനുബന്ധിച്ച് നമുക്ക് എക്സ്ട്രാ കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ എക്സ്ട്രാ നമ്മൾ കൊണ്ടുവരും. അക്കോമഡേഷന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയുള്ള കാര്യത്തിലാണെങ്കിലും. അപ്പം നമ്മൾ ദൂര സ്ഥലത്ത് നിന്ന് ഒറ്റപ്പെട്ട് വരുന്ന കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ലോഡ്ജോ ഹോട്ടലൊക്കെ ആയിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത്. അപ്പം അല്ലാതെ നമുക്ക് ബസ്സിനൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനാണ് ആവശ്യം ഉണ്ടായിട്ട് വരത്തില്ല. അപ്പം പ്രത്യേകിച്ച് അവർക്ക് ഇങ്ങനെയുള്ള ഇത്ര എക്സ്പെൻസുകളൊക്കെയാണ് നമുക്ക് ഉടമ്പടി എടുക്കുന്നതിന് വേണ്ടിയിട്ടും അതിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് നമുക്ക് വേണ്ടത്. അപ്പം നിങ്ങൾ എല്ലാവരും പോയിട്ട് ഉടമ്പടിയൊക്കെ പ്രാർത്ഥിക്കുക. ദൈവത്തിന് എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്. ദിസ് ഇസ് ജസ്റ്റിൻ ലൂയിസ് സൈനിങ് ഓഫ്.